സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിന് നൃത്താവിഷ്കാരമൊരുക്കാൻ നടി പണം ആവശ്യപ്പെട്ട സംഭവമാണ് സ്പോട്ട്ലൈറ്റ് ആദ്യം പരിശോധിക്കുന്നത്. ഈ നടിക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രൂക്ഷമായ വിമർശനവുമായി ഇന്ന് രാവിലെ രംഗത്തെത്തിയിരുന്നു. സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിന് നൃത്താവിഷ്കാരമൊരുക്കാൻ നടി പണം ആവശ്യപ്പെട്ടതായി മന്ത്രി വെളിപ്പെടുത്തി. കുട്ടികളെ 10 മിനിറ്റ് നൃത്തം പഠിപ്പിക്കാനാണ് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. കലോത്സവത്തിലൂടെ വന്ന സിനിമയിൽ വളർന്ന ആളിൽ നിന്നാണ് ഈ പെരുമാറ്റം ഉണ്ടായതെന്നും നടിയുടെ പേര് പരാമർശിക്കാതെ മന്ത്രി തുറന്നടിച്ചു. ഈ മാസം ഒന്നാമത്തെ ആഴ്ചയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത്. 14,000-ഓളം വന്ന കലാകാരന്മാർ പങ്കെടുക്കുകയാണ്. തിരുവനന്തപുരത്ത് എൻ്റെ ജില്ലയിൽ വെച്ചാണ് നടന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് നടക്കുന്നത്. ഒരു അവതരണ ഗാനം ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഒരു അവതരണ ഗാനം ചെയ്തതിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. എത്ര അഹങ്കാരം, പണത്തോടുള്ള ആർത്തി ഇവർക്ക് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാവും എന്നുള്ളതിനെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു. നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ നാളെ പത്രങ്ങളിൽ വലിയ വാർത്തയാവുന്ന കാര്യം. ഇവരെല്ലാം എത്ര മാന്യന്മാരാണ്, എത്ര സാധാരണക്കാരാണ്. പരിപാടിക്ക് വിളിച്ചാൽ കാശ് നമുക്ക് ഇങ്ങോട്ട് തരും, അവരങ്ങോട്ട് വാങ്ങില്ല എന്നുള്ള കാര്യമാണ്. ഞാൻ നമ്മുടെ ഭഗത്തിനെ ഞങ്ങളുടെ കഴിഞ്ഞ ഓണാഘോഷത്തിന് വിളിച്ചു. കക്ഷി പ്ലെയിനിൽ വന്നു, എപ്പോഴും വന്നെന്നോ ഇവിടെ താമസിച്ചെന്നോ ഒന്നും നമുക്കറിയില്ല. പരിപാടിക്ക് കൃത്യസമയത്ത് എത്തിച്ചേർന്നു. ഞാൻ പറയുന്നത് ഈ സിനിമാ ലോകത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു. എനിക്ക് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എന്നെ ശരിക്കും വേദനിപ്പിച്ച ഒരു സംഭവമാണ്. വിദ്യാഭ്യാസ വകുപ്പിന് 5 ലക്ഷം രൂപ കൊടുക്കാനില്ലാത്ത കൊണ്ടല്ല, ഞാൻ കൊടുക്കൂലെന്ന് തീരുമാനിച്ചു. വേറെ എത്രയോ ഡാൻസ് ടീച്ചർമാരുണ്ട് കുട്ടികളെ ഇത് പഠിപ്പിക്കുവാൻ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത 1ാം സ്ഥാനം നൃത്തത്തിന് വാങ്ങിയാണ് പേരുകെട്ട് സിനിമയിലൊക്കെ തന്നെ പോയത്. എന്നശേഷം കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ നമ്മൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ്. കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളോടാണ് അഹങ്കാരം കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട്, മാധ്യമങ്ങളുണ്ടെങ്കിൽ പേര് പറയാതെ പത്രങ്ങൾ കൊടുക്കുന്ന എനിക്ക് തെറ്റൊന്നുമില്ല. നടി പണം ആവശ്യപ്പെട്ടത് അഹങ്കാരമാണോ? ഇതാണ് സ്പോട്ട്ലൈറ്റ് ആദ്യം പരിശോധിക്കുന്നത്. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷംന, മന്ത്രി പറഞ്ഞത് ഒരു 10 മിനിറ്റ് നൃത്തം പഠിപ്പിക്കാനാണ് ഈ നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതെന്നാണ്. ഒരാളുടെ തൊഴിലിന്റെ കൂലി ആവശ്യപ്പെടുന്നത് തെറ്റല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, ഇത് 10 മിനിറ്റ് നൃത്തം പഠിപ്പിക്കണമെങ്കിൽ അതിനുവേണ്ടി വലിയ ഒരുക്കങ്ങൾ വേണം. ഈ 10 മിനിറ്റ് സമയം പോരല്ലോ ഇത് നൃത്തം പഠിപ്പിക്കാൻ. ഒരാള് പണം ആവശ്യപ്പെടണോ, ഈ എടുക്കുന്ന തൊഴിലിന് പണം ആവശ്യപ്പെടണോ വേണ്ടോ എന്നുള്ളത് അവരുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. ഈ നടി ചെയ്തത് തെറ്റാണോ ശരിയാണോ, അവരെ മന്ത്രി അഹങ്കാരി എന്ന് വിശേഷിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ടോ ഷംന? ടോം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചെയ്യുന്ന തൊഴിലിന് അതിന് കൂലി ആവശ്യപ്പെടുമ്പോൾ അതെങ്ങനെ അഹങ്കാരമായി മാറുമെന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇവിടെ മന്ത്രി പറയുന്നുണ്ട് 10 മിനിറ്റ് നൃത്തം പഠിപ്പിക്കാനാണ് 5 ലക്ഷം രൂപ ചോദിച്ചതെന്ന്. ഈ 10 മിനിറ്റ് നൃത്തം പഠിപ്പിക്കണമെങ്കിൽ അതിന് എത്ര ദിവസത്തെ അല്ലെങ്കിൽ എത്ര മണിക്കൂറിൻ്റെ പ്രയത്നം വേണമെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്. അതിന് അവരെടുക്കുന്ന തൊഴിലിന് അവർ കൂലി ചോദിച്ചപ്പോൾ അഹങ്കാരിയായി മാറി. അതും യുവജനോത്സവത്തിലൂടെ കടന്നു വന്ന ഒരു നായിക, അതുവഴി മലയാള സിനിമയിലേക്ക് എത്തപ്പെട്ട ഒരു പ്രമുഖ നായികയാണ് ഇത്തരത്തിൽ പണം ചോദിച്ചത് എന്നാണ് മന്ത്രി പറയുന്നത്. അവർ യുവജനോത്സവത്തിലൂടെ ആണെങ്കിലും മറ്റേത് മേഖലകളിലൂടെ കടന്നു വന്ന സിനിമയിൽ എത്തപ്പെട്ട ആളാണെങ്കിലും തീർച്ചയായും അവരുടെ കഴിവ് കൊണ്ട് എത്തിപ്പെട്ട ഒരാൾ തന്നെയാണ്, ഒരു നടി തന്നെയാണ്. അപ്പോൾ ഈ കൂലി ചോദിക്കുമ്പോൾ അതെങ്ങനെ അഹങ്കാരമായി മാറുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവർ ചോദിക്കാതെ ഇരിക്കുകയോ ചോദിക്കുകയോ അത് അവരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ
യുവജനോത്സവത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഈ കലോത്സവങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും പുതുതലമുറയിലെ അല്ലെങ്കിൽ കലാകാരന്മാരെ വാർത്തെടുക്കുന്ന ഒരു നല്ല വേദിയാണ്. അപ്പോൾ ഒരു മാനുഷിക പരിഗണന വെച്ച് ഈ നടിക്ക് ഒരു പക്ഷേ ചോദിക്കാതെ ഇരിക്കാമായിരുന്നു പണം. പക്ഷെ അത് ചോദിച്ചുകൊണ്ട് ഒരിക്കലും ആ നടി ഒരു അഹങ്കാരിയായി മാറില്ല എന്ന് തന്നെയാണ് ഷംന. കാരണം അവർക്ക് വേണമെങ്കിൽ ഇതൊരു സ്കൂൾ കലോത്സവമാണ്, കുട്ടികളുടെ കഴിവ് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വേദിയാണ്. മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇതേ രീതിയിൽ സ്കൂൾ കലോത്സവത്തിലൂടെ വളർന്നു വന്ന് സിനിമാ മേഖലയിൽ വളരെ തൻ്റെതായ ഒരു ഇടം സ്വന്തമാക്കിയ, അത് അവരുടെ കഴിവുകൊണ്ട് ഇടം സ്വന്തമാക്കിയ ഒരു നടിയാണ്. നടിയുടെ പേര് മന്ത്രി പുറത്തുവിട്ടിട്ടില്ല. ആരാണ് ഈ നടി, ആരാണ് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഇത് ഏതെങ്കിലും സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നോ മറ്റോ ഈ ആരാണ് ആ നടി എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകളെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ഷംന? ടോം, ഈ നടി ആരാണെന്ന് മന്ത്രി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൂടി ഇത് നവ്യ നായർ ആണോ എന്ന തരത്തിലുള്ള ഒരു സംശയം ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. അതിന് കാരണം കഴിഞ്ഞ തവണ ഈ യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ സമ്മാനദാന ചടങ്ങിൽ നവ്യ നായർ എത്തിയിരുന്നു. അന്ന് ഇത്തരത്തിൽ മന്ത്രി പരസ്യമായി തന്നെ നവ്യ നായർക്ക് നേരെ അല്ലെങ്കിൽ ഇത്തരം പ്രമുഖ നടിമാർക്ക് നേരെ മന്ത്രി പറയുകയുണ്ടായി, ഇങ്ങനെ വന്ന വഴി മറക്കരുത്, പണം ചോദിക്കാതെ അല്ലെങ്കിൽ പ്രതിഫലം വാങ്ങാതെ വരണമെന്ന തരത്തിലുള്ള മന്ത്രി സംസാരിക്കുകയുണ്ടായി. അന്ന് അതേ വേദിയിൽ വെച്ച് തന്നെയാണ് നവ്യ നായർ മന്ത്രിക്ക് മറുപടി കൊടുത്തത്. ഒരു പൈസയും വാങ്ങാതെയാണ് വന്നത് എന്ന് നവ്യ നായർ അതേ വേദിയിൽ വെച്ച് മറുപടി കൊടുക്കുന്നതും അത് പിന്നീട് വലിയ ചർച്ചകളാവുന്നതും നവ്യ നായർ കയ്യടി നേടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ നവ്യ നായർ ആണോ എന്നൊരു സൂചന ഉണ്ട്. പ്രത്യേകിച്ച് നവ്യ നായർ നമുക്കറിയാം യുവജനോത്സവത്തിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന ഒരാളാണ്, നല്ല ഡാൻസറാണ്. അപ്പോൾ അത്തരത്തിൽ നവ്യ നായരിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വാക്കുകൾ മന്ത്രിയുടെ ഈ ഒരു വാർത്ത സൂചിപ്പിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ നവ്യയാണ് എന്ന തരത്തിലുള്ള ഒരു വ്യക്തതയും ഇതിന് ലഭിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ യുവജനോത്സവങ്ങളിൽ നമുക്കറിയാം ഈ ഡാൻസ് പഠിപ്പിക്കാൻ വരുന്ന നടന്മാരോ അല്ലെങ്കിൽ നടിമാരോ അവർ മാത്രമല്ല, അതല്ലാണ്ട് ഇതിൻ്റെ വളണ്ടിയേഴ്സ് ഉൾപ്പെടെ പലരും സർക്കാർ മേഖലകളിൽ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരാണ്. ഇവരാരും തന്നെ കൂലി വാങ്ങാതെയല്ല ഈ യുവജനോത്സവമാണ് അല്ലെങ്കിൽ ഇത് സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയാണ്, കുട്ടികളുടെ പരിപാടിയാണെന്ന് വിചാരിച്ചിട്ട് ഇവരാരും കൂലി വാങ്ങാതെയല്ല ഇതിലൊന്നും ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ നൃത്തം പഠിപ്പിക്കാൻ വരുന്ന നടിയും തീർച്ചയായും അവർ അവിടെ ജോലി ചെയ്യാൻ വരുന്നതാണ്. അതിന് പ്രതിഫലം ചോദിക്കുന്നതിന് ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. തീർച്ചയായും നമുക്കറിയാം. പക്ഷേ ഇതിനകത്ത് യാതൊരു പ്രതിഫലവും വാങ്ങാതെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ ബ്രാൻഡ് അംബാസഡർമാരായി പ്രവർത്തിക്കുന്നവരുണ്ട്. അതുപോലെ ഉദ്ഘാടന ചടങ്ങിലൊക്കെ യാതൊരു പ്രതിഫലവും വാങ്ങാത്ത പല സൂപ്പർ താരങ്ങളുമുണ്ട്. നമുക്കറിയാം ഈ അടുത്തിടെ കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മമ്മൂട്ടിയായിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മുഖ്യാതിഥിയായിരുന്നത്. മമ്മൂട്ടിയായിരുന്നു. PR ശ്രീജേഷ് ഈ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വളരെ സജീവമായി അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിലൊക്കെ പങ്കെടുത്തതാണ്. അവരൊക്കെ ഇതുപോലെ പ്രതിഫലം ഒരുപക്ഷെ വാങ്ങാനുള്ള സാധ്യതയും കുറവാണ്. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടമാണ്. നമുക്കറിയാം ഇത് അങ്ങനെയല്ല. നൃത്താവിഷ്കാരം ഒരുക്കാൻ 10 മിനിറ്റ് ഒരുക്കുക, അതിന് കുട്ടികളെ സജ്ജരാക്കുക, അതിനുവേണ്ടി നേരത്തെ ഷംന സൂചിപ്പിച്ചതുപോലെ മണിക്കൂറുകളുടെ പ്രയത്നമുണ്ട്, യാത്രാ ചെലവുണ്ട്. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു കാര്യം തന്നെയാണ്. ഇത് വാങ്ങണോ വേണ്ടയോ, ഇത് പ്രതിഫലം വാങ്ങണോ വേണ്ടയോ എന്നത്. ഈ മന്ത്രിയുടെ പ്രതികരണത്തിൽ കൂടുതൽ ആളുകളുടെ അല്ലെങ്കിൽ ഈ സിനിമ ചലച്ചിത്ര രംഗത്തുള്ള ആരുടെങ്കിലും പ്രതികരണം പുറത്തു വന്നിട്ടുണ്ടോ? ടോം, അത്തരത്തിൽ ഔദ്യോഗികമായി ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിഫലം വാങ്ങാതെയും യുവജനോത്സവത്തിനും മറ്റു പരിപാടികൾക്കും സർക്കാർ പരിപാടികൾക്കൊക്കെ വരുന്നവരുണ്ട്. ഈ മന്ത്രിയുടെ വാക്കുകൾ മന്ത്രി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഫഹദ് ഫാസിൽ കഴിഞ്ഞ തവണത്തെ ഓണാഘോഷ പരിപാടിയിൽ എത്തിയപ്പോൾ എവിടെയാണ് താമസിച്ചതെന്നോ എങ്ങനെയാണ് വന്നതെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ അത്തരം നല്ല ആളുകളും സിനിമയിൽ ഉണ്ട് എന്ന് കൂടി മന്ത്രി എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിഫലം ചോദിക്കുമ്പോൾ അവർ മോശക്കാരാവുന്നു
ആവുന്നു, അല്ലെങ്കിൽ അവർ അഹങ്കാരികളാവുന്നു. അതൊന്നും ചോദിക്കാതെ സർക്കാർ എന്ത് പരിപാടിക്ക് വിളിച്ചാലും അല്ലെങ്കിൽ സർക്കാരിന്റെ പരിപാടിക്ക് വിളിച്ചാൽ പ്രതിഫലം വാങ്ങാതെ വന്ന് അത് സർക്കാരിന് ആവശ്യപ്പെട്ട പോലെ അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന പോലെ ഭംഗിയായി ചെയ്തു കൊടുക്കുന്നവർ മാത്രമാണ് നല്ലത് എന്നുള്ള ഒരു വ്യാഖ്യാനം കൂടി മന്ത്രിയുടെ ആ പ്രസംഗത്തിലുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും കാണാനും സാധിക്കും. പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മറ്റു പരിപാടി പോലെ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടന ചടങ്ങ് പോലെ അല്ല ഈ ഒരു നൃത്താവിഷ്കാരം എന്ന് പറഞ്ഞാൽ. അതിന് എത്രയോ മണിക്കൂറുകളുടെ പ്രയത്നമുണ്ട്. അതിൻ്റെ നമുക്കറിയാം, ഓരോ ഡാൻസിന് അതിൻ്റെ കോസ്റ്റ്യൂം ഉൾപ്പെടെ അത്തരത്തിൽ വളരെ ഭംഗിയായി നമുക്ക് മുമ്പിൽ എത്തണമെങ്കിൽ ഒരു 10 മിനിറ്റിന് അവർ എടുക്കുന്ന ഒരു പ്രയത്നം അത് വളരെ വലുതാണ്. അപ്പോൾ അത് എങ്ങനെ ഇപ്പോൾ ഈ പ്രമുഖ നടി പണം ചോദിച്ചോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് അവരെന്തിന് മന്ത്രി അഹങ്കാരി എന്ന് വിളിച്ചു, അതാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഷംന, ഇതിനകത്ത് മന്ത്രിയെ പ്രകോപിപ്പിച്ചത് എന്താണ്? പണം ആവശ്യപ്പെട്ടതാണോ, 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായിരിക്കുമോ? ടോം, അതിൽ കുറച്ചും കൂടി ക്ലാരിറ്റി വരേണ്ടത് എന്തായാലും പണം ചോദിച്ചത് തന്നെ ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കാരണം നേരത്തെ നമുക്കറിയാം, നവ്യ നായരിനെ വേദിയിലിരുത്തി മന്ത്രി സൂചിപ്പിച്ചതും അന്നത്തെ പ്രസംഗത്തിലും അത് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വന്ന വഴി മറക്കരുത് എന്നാണ് അന്ന് മന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ പരിപാടികൾക്ക് പണം വാങ്ങുന്നത് ഒരുപക്ഷെ മന്ത്രി ചിന്തിക്കുന്നുണ്ടാവും, ഈ മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർ പ്രതിഫലമൊന്നും വാങ്ങാതെ വന്ന് സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുന്നു, അതേസമയം നടിമാരൊക്കെ വന്ന് വലിയ തുക ആവശ്യപ്പെടുന്നു എന്നതായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു പ്രസംഗത്തിന് അല്ലെങ്കിൽ മന്ത്രിയെ പ്രകോപിപ്പിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ഈ മന്ത്രി സൂചിപ്പിക്കുന്നത് നവ്യ നായരെ ആണോ എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതും. അതിന് പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, നവ്യ നായർ പഴയ കാലത്ത് സിനിമയിലേക്ക് വരുന്ന ആ ഒരു കാലത്ത് യുവജനോത്സവത്തിൽ കരഞ്ഞുകൊണ്ട് വന്ന് സംസാരിക്കുന്നതും അതിനുശേഷം പിന്നീട് നവ്യയെ മലയാള സിനിമയിൽ കാണുന്നതൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ നൃത്തത്തിലൂടെ അല്ലെങ്കിൽ യുവജനോത്സവങ്ങളിലൂടെ മലയാള സിനിമയിലേക്ക് എത്തപ്പെട്ട നടി എന്ന് പറയുമ്പോൾ തന്നെ ഏതൊരു മലയാളിയുടെ മനസ്സിലും ആദ്യം വരുന്നത് നവ്യ നായരുടെ പേര് തന്നെ ആയിരിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ നവ്യ നായരെ വേദിയിലിരുത്തിക്കൊണ്ട് മന്ത്രി പറയുന്നു, അതിന് മറുപടി ആ വേദിയിൽ വെച്ച് തന്നെ നവ്യ നൽകുന്നു. ഇത്തരം സാഹചര്യങ്ങളൊക്കെയാണ് നവ്യയിലേക്ക് ഈ ഒരു പ്രസംഗത്തെ അല്ലെങ്കിൽ മന്ത്രി സൂചിപ്പിക്കുന്നത് നവ്യയാണോ എന്ന തരത്തിലോട്ട് ചർച്ചകൾ വഴിവെക്കുന്നത്. ടോം, എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, മന്ത്രി ഈ പ്രതിഫലം വാങ്ങിച്ചതിന് മന്ത്രി അഹങ്കാരി എന്ന് വിളിക്കേണ്ടിയിരുന്നോ, അത് ശരിയായോ എന്ന ഒരു കാര്യം തന്നെയാണ് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതും. ടോം, വ്യക്തമാണ്. തീർച്ചയായും ഷംന സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രതിഫലം ചോദിച്ചതിന്റെ പേരിൽ മന്ത്രി ഒരു നടിയെ അഹങ്കാരി എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരുന്നോ? ഈ വിഷയം ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. കാരണം ഒരു സ്കൂൾ കലോത്സവത്തിന് യാതൊരു പ്രതിഫലവും വാങ്ങാതെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി പലരും എത്താറുണ്ട്. ഇതൊരു നൃത്താവിഷ്കാരം കുട്ടികളെ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് അവർ പണം ആവശ്യപ്പെട്ടത്. ഇനി ഒരു പക്ഷേ മന്ത്രിയെ കൂടുതൽ ചൊടിപ്പിച്ചത് ഈ 5 ലക്ഷം രൂപ, ആ തുകയുടെ വലിപ്പമായിരിക്കുമോ? മന്ത്രി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കേണ്ടത്.